ആഴ്ച കഴിയുമ്പോൾ 14 പേരാണ് ആ വീട്ടിൽ അവശേഷിക്കുന്നത്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ 19 ആദ്യ മത്സരാർത്ഥികളിൽ നിന്നും 5 പേർ പുറത്തായി. എന്നാൽ ഇതിൽ സിജോയുടെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ആയിട്ടില്ല. ഒടുവിൽ വൈൽഡ് കാർഡ് എൻട്രീസിനെ തന്നെ ഇറക്കാൻ ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വാരാന്ത്യ എപ്പിസോഡിൽ വൈൽഡ് കാർഡ് എൻട്രീസ് ബിഗ് ബോസ് ഹൌസിനകത്ത് പ്രവേശിക്കും. ബിഗ് ബോസ് വൈൽഡ് കാർഡ് എൻട്രീസിലെ കൺഫേം ലിസ്റ്റിലുള്ള ഫസ്റ്റ് മത്സരാർത്ഥി ആരാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സായി കൃഷ്ണയാണ്. ഒരു ഫേമസ് ആയ യൂട്യൂബർ ആണ് സായി. സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് സായി കൂടുതൽ അറിയപ്പെടുന്നത്. റിലവന്റ് ആയി നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും തന്റേതായ അഭിപ്രായങ്ങൾ മുൻവെക്കുന്ന വ്യക്തിയാണ് സായി. തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന യൂട്യൂബിൽ തന്റെ ചാനലിലൂടെ പറയുന്ന സായിക്ക് ബിബിയിൽ അതുപോലെ പറയാൻ പറ്റുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. സെക്കൻഡ് കണ്ടസ്റ്റന്റ് പൂജ കൃഷ്ണയാണ്. തന്റെ വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആങ്കറാണ് പൂജ. പുറത്തുള്ള ബബ്ലി ചെറിസ്റ്റമാറ്റിക് ആയ പൂജയെയാണോ നമുക്ക് അകത്ത് കാണാൻ സാധിക്കുക എന്ന് നോക്കാം. തേർഡ് വൺ അഭിഷേക് ജയദീപ് ആണ്. ഒരു മുംബൈ ബേസ്ഡ് മലയാളിയാണ് അഭിഷേക്. തൃശൂറാണ് അഭിഷേകിന്റെ ശരിക്കും നേറ്റീവ് പ്ലേസ്. പൂനെയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടാണ് അഭിഷേക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. LGBTQ ഒരു വ്യക്തിയാണ് അഭിഷേക്. ഒരു മോഡൽ കൂടിയായ അഭിഷേക് ഇന്ത്യാസ് മിസ്റ്റർ ഗേ വേൾഡ് 2023 റണ്ണറപ്പ് കൂടിയാണ്. ഫോർത്ത് വൺ അഭിഷേക് ശ്രീകുമാർ ആണ്. ഒരു വെൽ നോൺ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അഭിഷേക് ശ്രീകുമാർ. പബ്ലിക് ഇഷ്യൂസിലൊക്കെ തന്റേതായ അഭിപ്രായങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞ പ്രസ്താവനയിലൂടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ വ്യക്തി കൂടിയാണ് അഭിഷേക്. ഒരു സിനി ആർട്ടിസ്റ്റ് കൂടിയാണ് അഭിഷേക് ശ്രീകുമാർ. നെക്സ്റ്റ് വൺ DJ സിബിൻ ആണ്. ഫേമസ് TV പ്രോഗ്രാം ആയിരുന്ന ആരാധ്യം പാടും എന്ന ഷോയിലൂടെ ശ്രദ്ധേയനായ ഒരു സിംഗറാണ് സിബിൻ. സിംഗിങ്ങിനു പുറമെ ആക്ടിംഗ്, കൊറിയോഗ്രാഫി, മ്യൂസിക് കമ്പോസിഷൻ ഇതിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് സിബിൻ. ഈ 5 വ്യക്തികളാണ് വൈൽഡ് കാർഡ് എൻട്രി ലിസ്റ്റിൽ കൺഫേംഡ് ആയിട്ടുള്ളവര്. വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഗബ്രി ജാസ്മിൻ കോംബോ ബ്ലാസ്റ്റ് ചെയ്യാനായിരിക്കും. റോക്കി, സിജോ എന്നിവരൊക്കെ പോയ ശേഷം വളരെ കംഫർട്ട് സോണിലൂടെയാണ് ജാസ്മിനും ഗബ്രിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗബ്രി ജാസ്മിൻ ഓപ്പോസിറ്റായി നിന്ന് ഇൻഡിവിജ്വലായി കളിച്ചാൽ ബിഗ് ബോസ് ഹൌസിന്റെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ BB അപ്ഡേറ്റ്സിനും എന്റർടൈൻമെന്റ് വാർത്തകൾക്കുമായി മീഡിയാസ്കോപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.